ഇപ്പോഴും ഒരു രാജ്യത്തെ ഏറ്റവും വലിയൊരു കൺസേൺസിലൊന്നാണ് കോസ്റ്റ് ഓഫ് ലിവിങ്, ഇമിഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അത് ടോപ്പ് 2-ലും ടോപ്പ് 3-ലും പെടുന്ന കാര്യമാണ്. അപ്പോൾ UK അങ്ങനത്തെ ഒരു പാർട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ കാനഡയിലും ഭാവിയിൽ വരാനായിട്ട് നല്ല സാധ്യതയുണ്ട്. പുറത്തോട്ട് പോകുന്ന ആൾക്കാരും അകത്തോട്ട് വരുന്ന ആൾക്കാരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് പുറത്തോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ മില്യനേഴ്സ്, അല്ലെങ്കിൽ നല്ല നല്ല ജോലിയുള്ള ആൾക്കാർ, നല്ല നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെനിയൻ ഡെസ്കർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇച്ചിരി സീരിയസ് കാര്യമാണ്. അതായത് നമ്മുടെ PR ശരിക്കും പറഞ്ഞാൽ ടൈം കൂട്ടുമോ എന്നുള്ളത്. അത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും UK ബേസിലാണ്. കാരണം UK നമ്മളെപ്പോഴും ഒരു റഡാറിൽ വെച്ചേക്കുന്നൊരു കൺട്രിയാണ്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓപ്ഷനായിട്ടോ സെക്കൻഡ് ഓപ്ഷനായിട്ടോ തേർഡ് ഓപ്ഷനായിട്ടോ എങ്കിലും UK ഉള്ളതാണ് മിക്കവർക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് UK ഒരുപാട് പേര് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാനഡയിലോട്ട് വരാനായിട്ട് വല്ല സാധ്യതയുണ്ടോ, കാരണം അവിടെ അവർക്ക് സ്പോൺസർഷിപ്പ് ജോലി കിട്ടുന്നില്ല അതിൻ്റെ ബേസിസ് ആയിട്ട്. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ UK പല ഇമിഗ്രേഷൻ മെഷേഴ്സും കാനഡ ഫോളോ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ സ്പൗസിന് എടുത്ത് കളഞ്ഞപ്പോൾ, സ്പൗസിൽ വിസ എടുത്ത് കളഞ്ഞപ്പോൾ അതേ സമയത്ത് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് കാനഡയിൽ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മാറ്റർ UK ആയിക്കോട്ടെ അതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മളിനി കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഇതേപോലത്തെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനും ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളൊരു ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാനുള്ള സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഫസ്റ്റ് കാര്യം നമുക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാഡ് ന്യൂസാണ് നമുക്ക് കേൾക്കുന്നത്. അതായത് ഈ പല പല സ്ഥലത്ത് റൈറ്റ് ആയിട്ടുള്ള പാർട്ടീസ് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളിലൊന്നാണ് ഇപ്പോൾ UK കാണാൻ പോകുന്നത്. അതായത് UK ഇപ്പോൾ റിഫോം പാർട്ടി, ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ റിഫോം പാർട്ടി എന്ന് പറഞ്ഞാൽ പുതിയൊരു പാർട്ടി വന്നിട്ടുണ്ട്. ആ പാർട്ടിയുടെ റൈറ്റ് വിങ് ആയിട്ടുള്ള അപ്രോച്ച് കാരണം ലെഫ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ പ്രഷർ ചെയ്ത് അവർ ഇമിഗ്രേഷൻ മെഷേഴ്സ് ടൈറ്റ് ചെയ്തതാണ്. അതായത് ലെഫ്റ്റ് എപ്പോഴും മൈഗ്രൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയാണ്, ഇതായിരിക്കും സ്റ്റാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ അത് കൺട്രിക്ക് നല്ലതാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരുപാടാണെങ്കിലും നല്ലതല്ല. പക്ഷെ എന്നാൽ പോലും ഈ സിറ്റിസൺഷിപ്പ് എന്നുള്ളത് 5 ഇയേഴ്സ് അല്ലെങ്കിൽ PR എന്നുള്ളത് 5 ഇയേഴ്സ് എന്നുള്ളത് 10 ഇയേഴ്സോട്ട് ആക്കുമ്പോൾ ഒരുപാട് പേരെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ ഈ അവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും. ഇപ്പോൾ നമ്മളാണെങ്കിലും ഇവിടെ കാനഡയിൽ വന്നിട്ടാണെങ്കിലും നമ്മളൊരു റൂൾ ചേഞ്ച് വരും, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരിക്കലും നമുക്കത് വരില്ല. കാരണം നമ്മളിവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ആൾക്കാർക്കാണ് അത് വരാൻ സാധ്യത. പക്ഷേ ശരിക്കും ആസ് എ ബ്രിട്ടൻ അല്ലെങ്കിൽ കാനഡ, US, ഓസ്ട്രേലിയ ഒരു ഡെമോക്രസിയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കൺട്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നേ വരെ വന്നേക്കുന്ന റൂൾസ് ഒരിക്കലും ഓൾറെഡി വന്ന ആൾക്കാർക്ക് അത് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പല രീതിയിൽ അത് ഓവർടേൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ ശരിക്കും പറഞ്ഞാൽ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഇന്നേ വരെ വന്ന ഒരാൾക്ക് അത് വരാൻ പോകുന്ന റൂൾസ് അഫക്റ്റ് ആയിട്ടില്ല. പക്ഷേ UK ഇപ്പോൾ നമുക്ക് അറിയുന്നൊരു വാർത്ത എന്ന് പറയുമ്പോഴേക്കും BBC-യും അതേപോലെ തന്നെ നമുക്കറിയാം ഗാർഡിയൻ, അങ്ങനെയുള്ള മെയിൻ ന്യൂസ് ചാനൽസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ള, അതായത് UK ഉള്ള ആൾക്കാർക്കും അത് എഫക്റ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് ഇപ്പോൾ ലോ സ്കിൽഡ് വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ നേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ടെൻഷൻ കൊടുക്കുന്ന രാത്രികളാണ് ഇതാവുന്നത്. പക്ഷേ ഇപ്പോൾ അത് പ്രപ്പോസൽ മാത്രമാണ്, അത് റൂളായിട്ടില്ല. പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി അവർ ഗവൺമെൻറ് ഇന്നത് വരാൻ അവർക്ക് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ആ പബ്ലിക് ഇമേജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് നെക്സ്റ്റ് ഒരു ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ ഇന്ന മെഷേഴ്സ് കൊണ്ടുവന്നതാണ്, പക്ഷെ അത് കോടതി എടുത്ത് കളഞ്ഞാണെങ്കിലും അത് ഞങ്ങളുടെ തെറ്റല്ല എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഇത് എന്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇപ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ UK ഫെഡറൽ ഇലക്ഷൻ നടന്നപ്പോൾ ലേബറാണ് ഏറ്റവും കൂടുതൽ സീറ്റ്സിൽ ജയിച്ചത്. അതായത് 420 സീറ്റ്സ് അടുത്തങ്ങനെയാണ് ജയിച്ചത്. അതായത് ഒരു പാർലമെൻറ്റിൻ്റെ 75% സീറ്റ്സ് ലേബറാണ് കൊണ്ടുപോയത്. അങ്ങനെ ഒരു ഭൂരിപക്ഷമുള്ള സമയത്ത് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ അവരുടെ നയം അവർക്ക് പാസ്സാക്കാൻ പറ്റും. കാരണം ആ മെജോറിറ്റി അവരുടെ ആൾക്കാരായതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ പാർലമെൻറ്റിൽ അത് എത്തിക്കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സാക്കാൻ യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇതിന് മുമ്പ് ഈ പ്രപ്പോസലും ഈ ബില്ല് പാസ്സാക്കുന്നതിൻ്റെ ഇടയിൽ ആകെ ഒരു പ്രോസസ്സ് ഉള്ളത് പബ്ലിക് കൺസൾട്ടേഷനാണ്. പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഈ പ്രപ്പോസൽസ് മേജറായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഗ്രൂപ്പ്സിനും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഒരു ലോയേഴ്സിന്, ഇമിഗ്രേഷൻ ലോയേഴ്സിൻ്റെ ചേംബറോ അല്ലെങ്കിൽ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഈ പ്രപ്പോസൽസ് ഇത് കൊടുക്കും. അവരുടെ ഇതനുസരിച്ചാണ് അതിൽ ചേഞ്ചസും റിവിഷൻസും വരുന്നത്. പക്ഷേ അതിൽ നിന്ന് അവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞ് ബില്ലിലോട്ട് പാർലമെൻറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും. അപ്പോൾ അത് ഒബ്വിയസ്ലി വളരെ ശരിക്കും പറഞ്ഞാൽ ബാഡ് ന്യൂസാണെന്ന് പറഞ്ഞാലും അത് നമുക്ക് സത്യമായിട്ടുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ പറയാനുള്ള കാരണം
കാനഡയിലും ചാൻസ് ഉണ്ട്. ലേബർ ഇപ്പോൾ അവിടെ ലേബർ ഉള്ളതെന്ന് പോലെ ഇവിടെ ലിബറലാണ്. പക്ഷേ ഇമിഗ്രേഷൻ മെഷേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ടൈറ്റിന് ഇവിടെ ഭയങ്കര, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരു രാജ്യത്തെ ഏറ്റവും വലിയൊരു കൺസേൺസിലൊന്നാണ് കോസ്റ്റ് ഓഫ് ലിവിങ്, ഇമിഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അത് ടോപ്പ് 2ലും ടോപ്പ് 3ലും പെടുന്ന കാര്യമാണ്. അപ്പോൾ UK അങ്ങനത്തെ ഒരു പാർട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ കാനഡയിലും ഭാവിയിൽ വരാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നാളെ അത് UK-ലോട്ടോ കാനഡയിലോട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ UK-ലാണ്, അപ്പോൾ UK-ലോട്ടും പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഇത് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ഡിമാൻഡ് ഇല്ലാത്ത ഒരു ഒക്യുപേഷൻ എടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചാൻസസ് ആർ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ 10-year PR റൂട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഏറ്റവും സങ്കടമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, അതായത് ലീഗലായിട്ട് വരുന്ന മൈഗ്രൻസിനെയാണ് എല്ലാ ഗവൺമെൻറ്റും ടാർഗറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് പോകാൻ വേണ്ടിയല്ല പറയുന്നത്. ലീഗലായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഇത്രയും പൈസ ബാങ്കിൽ അടച്ച് ഫീസ് അടച്ച് IELTS എഴുതി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ വന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഈ പറഞ്ഞ ബെനിഫിറ്റ്സും മാനിക്കാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാർക്കാണ് ഈ വരുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരുപാട് ഇല്ലീഗൽ മൈഗ്രേഷൻസ് നമുക്കറിയാം. ഈ അഫ്ഗാൻസ്, അറബ് നേഷൻസിൽ നിന്നും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബ്ലാക്സിൻ്റെ, ആഫ്രിക്കൻസ്, അങ്ങനത്തെ ഉള്ള ഒരുപാട് കാറ്റഗറീസ് ഓഫ് ആൾക്കാർ ഈ UK-ലും ഫ്രാൻസിലൊക്കെ വന്ന് കുടിയേറി കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ബോട്ട് വഴിയും കാര്യങ്ങളൊക്കെ. അവർക്കൊന്നും ഈ ഇമിഗ്രേഷൻ റൂൾസ് ബാധകമല്ല. അതായത് ടൈറ്റ് ആക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് വരുന്ന ആൾക്കാരെ ടൈറ്റ് ആക്കിയിട്ട് ഈ പറഞ്ഞ എന്താ പറയുക ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള നയമാണ് നമ്മൾ UK-ൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടും ഒരു നല്ലൊരു കാര്യമല്ല. ഞാനൊരു സ്റ്റാറ്റ്സ് ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കാം, നിങ്ങളതൊന്ന് കണ്ടോളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ UK-യുടെ സ്റ്റാറ്റ്സ് വെച്ചിട്ട് UK-ന്ന് ഒരുപാട് ആൾക്കാർ എന്താ പറയുക മില്യനേഴ്സ് പോകുന്നുണ്ട്. ഈ മില്യനേഴ്സ് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും UK-യുടെ സ്റ്റാൻഡേർഡ് കുറയുകയാണ്. അതേ സമയത്ത് തന്നെ ഒരുപാട് ഫണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസസ്, ഒരു നല്ലൊരു ബിസിനസ് ആയിരിക്കും പോകുന്നത്. കാരണം UK-യുടെ നെറ്റ് മൈഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ UK-യുടെ ഉള്ളിലോട്ട് വരുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി വളരെ കുറവാണെന്നാണ് ഈ വക ഇതിൽ റിപ്പോർട്ട്സ് പറയുന്ന പോലെ. അത് ഡീറ്റെയിൽ നമുക്ക് വായിച്ചു നോക്കിയാൽ, അതായത് പുറത്തോട്ട് പോകുന്ന ആൾക്കാരും അകത്തോട്ട് വരുന്ന ആൾക്കാരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് പുറത്തോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ മില്യനേഴ്സ്, അല്ലെങ്കിൽ നല്ല നല്ല ജോലിയുള്ള ആൾക്കാർ, നല്ല നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ. കാരണം അവർക്ക് ഇതേപോലെ തന്നെ റൂൾ ചേഞ്ചസും ഈ പറഞ്ഞ പോലെ സേഫ്റ്റി, ഈ പറഞ്ഞ ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിൻ്റെ അറ്റാക്കും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രിഫറൻസൊന്നും അവർക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ 2024-ലെയും 2025-ലെ സ്റ്റാറ്റൊക്കെ നമുക്ക് നെറ്റ് കയറിയാൽ കാണാം. ഒരുപാട് ആൾക്കാർ പുറത്ത് പോകുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം UK-ൽ സംഭവിച്ചത് എപ്പോഴും പല രീതിയിലായിട്ടും അടുത്തല്ലെങ്കിലും കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും കാനഡയിൽ വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വരാതിരിക്കട്ടെ. ഇവിടെ ഒരു പോയിൻറ്റ് ബേസ് സിസ്റ്റമാണ്. ഇവിടെ 5 കൊല്ലം എന്നുള്ളതോ 10 കൊല്ലം എന്നുള്ളതല്ല, പക്ഷേ പോയിൻറ്റ് ബേസ് സിസ്റ്റമാണ്. എന്നാൽ പോലും ചിലപ്പോൾ പോയിൻറ്റ്സ് വളരെ ഹൈ ആയിട്ട് വന്നേക്കാം. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം CEC, അതായത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് വിളിച്ചേക്കുന്ന പോയിൻറ്റ്സ് 540 സംതിങ് ആണ്. ഒരു 540 അടിക്കണമെങ്കിൽ ഒരാൾക്ക് മാസ്റ്റേഴ്സ് വേണം. അത് നാട്ടിലെ മാസ്റ്റേഴ്സ് അല്ല, നമുക്ക് കാനഡയിലെ മാസ്റ്റേഴ്സ് വേണം. 877 അല്ല, ചിലപ്പോൾ എല്ലാം 8 അടിക്കേണ്ടി വരും. പ്ലസ് നാട്ടിലൊരു 5 കൊല്ലം എക്സ്പീരിയൻസും ഇവിടെ 3 കൊല്ലം എക്സ്പീരിയൻസും പ്ലസ് ഒരു ഫ്രഞ്ച് ലാംഗ്വേജും. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിക്കും ഇത് വെർത്താണോ എന്നുള്ളൊരു തോട്ടാണ് എല്ലാവർക്കും വരുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പറയുന്നത്. എപ്പോഴും ടൈറ്റായിട്ട് ഇരിക്കുന്ന രാജ്യത്ത് നമ്മൾ നോക്കാതെ എപ്പോഴും നമ്മുടെ ഡിമാൻഡും കൂടി നോക്കി നമ്മൾ അതിനനുസരിച്ച് വേറെ ഒരുപാട് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത കൺട്രീസ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കൺട്രീസ് ആയിട്ടുള്ള എപ്പോഴും നമ്മുടെ ടോപ്പ് 4-ലൊക്കെ ലിസ്റ്റ് വരുന്ന ഈ പറഞ്ഞ കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US, ഇതൊക്കെ എപ്പോഴും ഒരാളുടെ ഡ്രീം തന്നെയാണ്. അപ്പോൾ നിങ്ങളത് തള്ളിക്കളയാനല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ട് അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്താ പറയുക ഇമിഗ്രേഷൻ റൂളും ചേഞ്ചസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് ആലോചിക്കുക. അല്ലെങ്കിൽ ഇതിനാകെ ഒരു കുറുക്ക് വഴിയുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങളുടേതായിട്ടുള്ള അത്ര ഡിമാൻഡായിട്ടുള്ള ഒക്യുപ്പേഷൻ എടുക്കുക എന്നുള്ള. പക്ഷേ അത് ഈ ലോകം മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ടുള്ള ഒക്യുപ്പേഷൻ നമുക്കറിയാം ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയറിൽ തന്നെ ഈ പറഞ്ഞ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഈ എളുപ്പത്തിൽ നമുക്ക് ഇതാകാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ BDS ആയിക്കോട്ടെ, ആയുർവേദ ഡോക്ടർ ആയിക്കോട്ടെ, ആകാൻ പറ്റുന്ന കാര്യമല്ല. നേഴ്സസ്, MSW, അതേപോലെ തെറാപ്പിസ്റ്റ്, അങ്ങനത്തെ ഉള്ള പ്രൊഫഷൻസ്, അതേപോലെ തന്നെ ട്രേഡ് സ്കില്ല്, അതായത് നമുക്ക് ഈ പറയാം മിൽറൈറ്റ്, പ്ലംബർ, ഇലക്ട്രീഷ്യൻസ്, അങ്ങനെയുള്ള സ്കിൽസൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ്സാണ് വേണ്ടത്. ഇപ്പോൾ ബ്ലൂ കോളർ ജോബ്സ് ചെയ്യുന്നതും കൂടുതലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു 40-45 മുകളിലുള്ള ആൾക്കാരാണ് ഈ വക രാജ്യത്തുള്ളത്. അവരെല്ലാം റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഫഷൻസ് എടുത്താലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു പുതിയൊരു കൺട്രി ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ കാനഡയിലൊക്കെ RCIP പോലെയുള്ള ഡെഫിനറ്റായിട്ട് നിങ്ങളൊരു പ്രോഗ്രാം കണ്ട് അവിടെ ആ പ്രോഗ്രാമിന് എലിജിബിളായിട്ടുള്ളൊരു കോഴ്സ് എടുത്ത് ആ ഒരു കോളേജിൽ കോഴ്സ് എടുത്ത് നിങ്ങൾ അത്ര നാൾ അവിടെ നിന്ന് അവിടെ എലിജിബിളായിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു റൂട്ട് കണ്ട് മനസ്സിലാക്കി മാത്രം വേണം നിങ്ങൾ കാനഡയിലോട്ടൊക്കെ വരാൻ. അപ്പോൾ
അതോടൊപ്പം തന്നെ കാനഡയിലൊരു വലിയൊരു അപ്ഡേറ്റും കൂടിയുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം മാർക്കാണ് ഇവിടെ ഇലക്ഷൻ ജയിച്ചു, വളരെ സ്ലൈറ്റായിട്ട് ജയിച്ചത്. യു കെയിലുള്ള പോലെ ഒരു വലിയൊരു ഇതൊന്നുമല്ല, ജസ്റ്റിനാണ്. അതും അവർ മെജോറിറ്റി കിട്ടിയില്ല, അവർക്ക് ഈ പറഞ്ഞ പോലെ മെജോറിറ്റിയിൽ നിന്ന് താഴ്ത്ത് അവർ വേറൊരു പാർട്ടിയായിട്ട് കോലേഷൻ ചെയ്തിട്ടാണ്. കൺസർവേറ്റീവും ഓൾമോസ്റ്റ് ഒരു ബില്ല് പാസ്സാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും യു കെയിലെ പോലെ ഈസി ആയിട്ട് ബില്ല് പാസ്സാക്കാൻ പറ്റില്ല. കാരണം നെക്ക് ടു നെക്കാണ് ഈ പറഞ്ഞ പോലെ സീറ്റ് നമ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇതേപോലെ നമുക്ക് ഒരിക്കലും പാസ്സാക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇപ്രാവശ്യത്തെ കാർണിയുടെ ഈ പറഞ്ഞ മന്ത്രിസഭ അവർ പുതിയതായിട്ടൊരു മിനിസ്റ്റർ പാനൽ തീരുമാനിച്ചപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ എറയാൽ എത്രത്തോളം പല ആൾക്കാരെ വിഷമിച്ചെന്നറിയാം. ബിസിനസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇവിടെ സാധാരണക്കാരായ ആൾക്കാർക്ക് എത്രത്തോളം വിഷമിച്ചെന്നറിയാം. ഓൾമോസ്റ്റ് അതേ പോയ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സാണ് ഇപ്പോഴും പല ഏരിയാസാണെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ എക്സ്റ്റേണൽ അഫേഴ്സിലായിട്ടുള്ള മിനിസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ, അല്ലെങ്കിൽ ഇമിഗ്രേഷനിലുള്ള മിനിസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ കൾച്ചർ ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നതല്ലാതെ ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഉള്ളത് ആ ഇതിലുള്ളത്. അപ്പോൾ ഇപ്പോഴും ആ കാനഡ നല്ലൊരു സ്ഥിതിയിലാണോ പൊളിറ്റിക്കലി പോണേന്നുള്ളത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പൊളിറ്റിക്സ് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഒരു കൺട്രിയുടെ ട്രേഡും അവിടെ വരുന്ന ജോബ്സും അവിടെയുള്ള ആൾക്കാരുടെ ക്രൈമിൻ്റെ സെക്യൂരിറ്റിയും ഇതൊക്കെ ഹെൽത്ത് കെയറും ആയിക്കോട്ടെ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സിംഗപ്പൂർ, സ്വിറ്റ്സർലാൻഡ്, ഇതൊക്കെ നല്ല ഒരു മോഡൽ ഫോർവേഡ് ചെയ്യുന്ന ഒരു കൺട്രീസാണ്. അപ്പോൾ നിങ്ങൾ സിംഗപ്പൂരിൻ്റെയൊക്കെ ചരിത്രം എടുത്ത് അറിയാം, അവിടെ വരുന്ന ഒരാളുടെ ഒരു വിഷൻ കാരണമാണ് സിംഗപ്പൂർ എന്നുള്ള രാജ്യം ഇപ്പോൾ ഇങ്ങനെ ആയത്. അപ്പോൾ പൊളിറ്റിക്സിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് മനസ്സിലാക്കിയിട്ട് വേണം കുത്താൻ. ഇന്ന ആളെ കുത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ പാർട്ടിയുടെ വിഷൻ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയാതെ നമ്മൾ പോയി എൻ്റെ ഭാര്യ ഇത് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ ഒരിക്കലും വോട്ട് ചെയ്യരുത്. വോട്ട് ചെയ്താൽ നിങ്ങളവിടെ താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡൗൺഫോൾസാണ് ഞാൻ പറഞ്ഞത്. ക്രൈം റേറ്റ്, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർഗേജ് ഉണ്ടെങ്കിൽ ബാങ്കിൽ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. അപ്പോൾ ഇതാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി അധികം നല്ല ന്യൂസ് അല്ല ഇൻ ടേംസ് ഓഫ് ഇമിഗ്രേഷൻ എല്ലാ സ്ഥലത്തും വരുന്നത്. കാനഡയിലാണെങ്കിലും വൻ ഇമിഗ്രേഷൻ കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് കാനഡയിലെ പുതിയ ഇമിഗ്രേഷൻ മിനിസ്റ്റർ വന്നിട്ടുണ്ട്, നോവ സ്കോഷ്യ ബേസ്ഡ് ആണ് മിനിസ്റ്റർ, ലെന എന്നാണ് പേര്. പുള്ളിക്കാരിയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി ലെബനോൺ ബേസ്ഡ് ഓഫ് പാരൻസിൻ്റെ ഇതിൽ നിന്നാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരു ഇമിഗ്രൻ്റ് ആണ്, പുള്ളിക്കാരിക്ക് അതിൻ്റെ സ്ട്രഗിൾ അറിയാം. പക്ഷേ എന്നിരുന്നാലും കാനഡയിൽ ഇപ്പോൾ ഹൗസിംഗ് ഇഷ്യൂ, ഹെൽത്ത് കെയർ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഒരു ലിബറൽ മൈൻഡിൽ ഓപ്പൺ ആക്കാൻ സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് റൂൾസൊക്കെ ടൈറ്റൻ ആവുമോ ഇല്ലയോ, ഇപ്പോൾ പ്രപ്പോസലാണെന്ന് ഞാൻ പറഞ്ഞു, അത് ടൈറ്റൻ ആയിക്കഴിഞ്ഞാൽ കാനഡക്കും ഈ പറഞ്ഞ ഓസ്ട്രേലിയക്കും അയർലൻഡിനൊക്കെ ഒരു ബെഞ്ച് മാർക്കായിട്ട് റെഫറൻസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ ഇംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ആവാനായിട്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ലീഗൽ വശം നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. പിന്നെ പബ്ലിക് കൺസൾട്ടേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രപ്പോസൽസ് ബില്ലാവുമ്പോൾ ഉണ്ടാകുന്ന ഇടയിലൊരു പാർട്ടാണ് പബ്ലിക് കൺസൾട്ടേഷൻ. ഈ പബ്ലിക് കൺസൾട്ടേഷൻസിൽ അവിടെയുള്ള ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് BBC-യും ഗാർഡിയനും പറഞ്ഞത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് അവിടെയുള്ള ആൾക്കാർക്കും 5 ഇയർ റൂൾ എന്നുള്ളത് 10 ഇയർ ആക്കും എന്നുള്ളത്. അപ്പോൾ അതിലിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ചധികം കാര്യങ്ങളെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് പെറ്റീഷൻസ് ഫയൽ ചെയ്യുക, അതൊന്നാമത്തെ കാര്യം. പിന്നെ റാലീസ്. പക്ഷേ റാലീസിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് ആ കൺട്രിയിൽ റൂളുണ്ട്, നമ്മൾ ടെമ്പററി വിസയിൽ വന്ന് റാലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ഈ പറഞ്ഞ പോലെ ഡീപ്പോർട്ട് ചെയ്യാൻ, എക്സ്പെൽ ചെയ്യാൻ. അപ്പോൾ അതിന് ഒരിക്കലും ഇറങ്ങി തിരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ്സ് ഫോം ചെയ്ത് ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് കേസ് വാദിക്കാം. കാരണം ഓൾറെഡി നിങ്ങൾ വന്ന സമയത്ത് ആ ഒരു വിസ ചേഞ്ചസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇടയിൽ വെച്ച് മാറിയ റൂൾസ് നിങ്ങൾക്ക് ബാധകമല്ല. ഹ്യൂമൻ റൈറ്റ്സ് ബേസിൽ ഇതേപോലെ പല കേസസും ഇതേപോലെ ഫൈറ്റ് ചെയ്തിട്ട് അത് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ MPs, ഇപ്പോൾ MPസിനെയൊക്കെ നമ്മൾ എലക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്, നമുക്ക് നമ്മുടെ കൺസേൺസ് ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റിൽ റേസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മുടെ MPസിനെ നമ്മൾ എലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാസമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോർവേഡ് ആയിട്ടാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഇമെയിലിലൂടെ നിങ്ങളുടെ MPസിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർ ആ ഒരു പ്രശ്നം ആ ഒരു പാർലമെൻറ്റിൽ അത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ട് അത്രയും പേരുടെ അടുത്ത് ആ ഒരു റിവ്യൂ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ ഔട്ട്കം നല്ലതായിരിക്കുമോ ഇല്ലയോ എന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അത് റേസ് ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു എന്താണ് ഔട്ട്കം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാരണം. അപ്പോൾ ഇമിഗ്രേഷൻ ഈസ് ഗോയിങ് ഇൻ നെഗറ്റീവ് ട്രെൻഡ് എന്ന് വേണം പറയാൻ ഇൻ എ ജനറൽ നോട്ട്. കാരണം റൈറ്റ് വിങ് എപ്പോഴും സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റിനും ആ പ്രഷർ വന്ന് ഇമിഗ്രേഷനിലാണ് എപ്പോഴും പിടിക്കുന്നത്. അതും ലീഗൽ ഇമിഗ്രേഷൻ, ഒരിക്കലും ഇല്ലീഗലിൽ പിടിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളാലും ചിലപ്പോൾ ഇല്ലീഗൽസിനെ പിടിച്ച റേസിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഇന്ന ഫോബിയ എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് അവരെ തൊടാനും വരെ പേടിയാണ്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യം പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമല്ല.
ഈ പറഞ്ഞ പോലെ UK-ലും കാനഡയിലൊക്കെ ജീവിച്ചാലാണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇതേപോലത്തെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ വിശേഷങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു ലൈക്ക് തന്നിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ.